ഇന്നത്തെ സമൂഹം വളരെ നിസ്സാരമായിട്ടാണ് ആത്മഹത്യയെ കാണുന്നത്. എത്രയെത്ര ആത്മഹത്യകളാണ് സമൂഹത്തിൽ പെരുക്കുന്നത്, അതും ചെറുപ്പം കുട്ടികൾ. കാരണങ്ങൾ പലതുമാവാം, നിസ്സാര കാരണങ്ങൾ. അതിൽ ചിലത് വാശി, ചിലത് പ്രേമനൈരാശ്യങ്ങൾ. അങ്ങനെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പർവ്വതത്തിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിലായിരിക്കും. അവിടെ എപ്പോഴും കയറിയും വീണും കൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും അവനിക്കുണ്ടാവുക. ആരെങ്കിലും വിഷം കഴിച്ച് ആണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ്റെ കയ്യിൽ വിഷം ഉണ്ടാകും, നരകാഗ്നിയിൽ വെച്ച് അത് കുടിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ലോഹം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ്റെ കയ്യിൽ ലോഹം ഉണ്ടാകും, ഒരു ആയുധം അവൻ്റെ കയ്യിലുണ്ടാകും. നരകാഗ്നിയിൽ അവൻ്റെ ഉദരത്തിൽ കുത്തി ഇറക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആത്മഹത്യ ചെയ്യുന്നവരിൽ ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ കുറവാണ്. കൂടുതലും വിഷം കഴിച്ചിട്ട് കയറിൽ കെട്ടിത്തൂങ്ങിയിട്ട്, അത് കയറിൽ കെട്ടിത്തൂങ്ങി ചാവുന്നവർക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവർക്ക് അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ശബ്ദം ഉയർത്താൻ പോലും, ഒന്ന് പിടയാൻ പോലും നല്ലപോലെ പറ്റില്ല. പിടയും എന്നല്ലാതെ അവരുടെ കൈകൾ ഒന്ന് പൊന്തുകയോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ ഉണ്ടായില്ല. അതേ സ്ഥാനത്ത് വിഷം കഴിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് മരണം സംഭവിക്കുക. ഏതെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ ഇതൊന്നും തിരഞ്ഞെടുക്കില്ല. പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറഞ്ഞിട്ടും അത് ചെയ്യുന്നു, അതിനൊരു ലാഘവത്തോടെ കാണുന്നു. എന്താണ് ഇതിങ്ങനെ? അതായത് അഭ്യസ്തവിദ്യരായ വിദ്യാർത്ഥികളിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും ഇന്നത്തെ തലമുറയ്ക്ക് അധ്യാപനം ലഭിക്കുന്നില്ല. കുറേ പണം സമ്പാദിക്കാനും കുറേ ജീവിതം അടിച്ചു പൊളിക്കാനുമുള്ള, അത് പഠിക്കുന്നവരും അങ്ങനെ തന്നെ ഒരു ആശയപരിണാമത്തിലൂടെയാണ് കുട്ടികളെ സമീപിക്കുന്നത്, കുട്ടികൾ അവരെ സമീപിക്കുന്നത്. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ലോകത്ത് സംജാതമായിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു പാഠവും ശരിക്ക് നൽകുന്നില്ല. ഒരു വാശിപ്പുറത്ത് അത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ മരിച്ചാൽ താൻ രക്ഷപ്പെട്ടു എന്നാണ് ചിലർ, ഈ പ്രേമനൈരാശ്യമുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മരിച്ചാൽ താൻ രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകൾ ഇവരെ പോലെ തന്നെ അപവാദങ്ങൾക്കിടയിൽ ജീവിച്ചവരുണ്ട്, നിരാശകൾക്കിടയിൽ ജീവിച്ചവരുണ്ട്, നഷ്ടങ്ങളിൽ ജീവിച്ചവരുണ്ട്. അവരെല്ലാം ജീവിതം തീർത്തു. അവരുടെ കാലത്തിൻ്റെ കഥകളൊക്കെ, കാലത്തിൻ്റെ കാൽപ്പാടുകൾ തന്നെ മായ്ച്ചു കളഞ്ഞു. ആ ഒരു മായ്ച്ചു കളയുന്ന കാത്തിരിക്കാതെ ഇവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ദൈവമാണ് ഇതിൻ്റെയൊക്കെ സംവിധായകൻ എന്നവർ മനസ്സിലാക്കുന്നില്ല. തനിക്ക് ദൈവം വിധിച്ചതാണ് വന്നത്, ഇനി ഇതിനും നല്ലത് വരട്ടെ എന്നോ വരുമെന്നോ പ്രതീക്ഷിക്കുന്നില്ല. തനിക്ക് ഇന്നുണ്ടായ ദുഃഖം നാളത്തെ സുഖത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു തെൻ്റോടം അതില്ല. പകരം ഉമ്മ ചീത്ത പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്നു, റീചാർജ് ചെയ്യാൻ കാശ് കുറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്നു. എന്തൊരു പ്രവണതയാണിത്! ഇതൊക്കെ മീഡിയകളിലും ഒക്കെ അങ്ങനെ പരന്ന് കാണുന്നുണ്ട്. കണ്ടിട്ടും അവരതിലേക്ക് തന്നെ പിന്നെയും പോകുന്നു. ഒരു തരം പാറ്റകളുടെ ബുദ്ധി. പാറ്റകൾ അങ്ങനെയല്ലോ, എത്ര അങ്ങോട്ട് പഠിച്ചാലും പഠിയില്ല. അവർ പിന്നെ ആ വിളക്കത്തേക്ക് തന്നെ പോവും, അവിടെ ഉരുകി വീഴും. അങ്ങനെയാണ് അവരെ കഥ. ഏതായാലും നമ്മുടെ തലമുറക്ക് എങ്ങനെയെങ്കിലും ഒരു വീണ്ടുവിചാരം ഉണ്ടാവട്ടെ, അതിനായി പ്രാർത്ഥിക്കാം.